ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ചുക്കപ്പാണ് നമ്മളിവിടെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒരുപാട് കാലം തന്നെ കേടുകൂടാതെ നമുക്ക് സൂക്ഷിക്കാനും പറ്റും. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു സ്നാക്സാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടു നോക്കുക. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ആദ്യം തന്നെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 50 ഗ്രാം ഡാൽഡ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒന്ന് നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. ആ ഒരു സമയത്തിലേക്ക് ഒരു 20 അല്ലി ചെറിയ ഉള്ളി ഒന്ന് ചെറുതായിട്ട് മുറിച്ചിട്ട് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് തന്നെ നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇപ്പോൾ ഇതാ ഉള്ളിൻ്റെ കളറൊക്കെ ഒന്ന് ചെറുതായിട്ട് മാറി തുടങ്ങിയിട്ടുണ്ട്. ആ ഒരു സമയത്ത് ഇതിലേക്ക് ഞാൻ കരിഞ്ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. കരിഞ്ജീരകത്തിന് പകരം നിങ്ങൾക്ക് എള്ള് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് തന്നെ നമുക്ക് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ അത് നമ്മുടെ ഉള്ളിയൊക്കെ ഒരേപോലെ തന്നെ ഒരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു അരമുറി തേങ്ങ എടുത്തിട്ട് അതിൻ്റെ പാലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഫുള്ളായിട്ട് തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ തന്നെ നമ്മുടെ തേങ്ങാപ്പാലൊക്കെ നല്ലപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. അരിപ്പൊടി ചേർത്ത് നമ്മൾ പത്തിരിക്കൊക്കെ വാട്ടിയെടുക്കുന്ന പോലെ നമ്മളൊന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പാലെടുത്തതിൻ്റെ ഇരട്ടി വേണം നമ്മൾ പൊടി ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി നമ്മൾ ഫ്ലെയിമൊക്കെ ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആ ഒരു സമയത്ത് ഇതിലേക്ക് 2 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ തന്നെ ഞാനിവിടെ ഇത് ചൂടാറാനായിട്ട് മാറ്റിയിട്ടുണ്ട്. ഒന്ന് ചെറുതായിട്ട് ചൂടാറി കഴിഞ്ഞാൽ നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ അതാ ഞാനിവിടെ നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയതായിട്ടൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ചെയ്തെടുക്കാൻ വളരെ എളുപ്പമാണ്. ഇതുപോലെ ആദ്യം ഒരു ചെറിയ ഭാഗം എടുത്തിട്ട് ഇതുപോലെ ഒന്ന് കയ്യിൽ വെച്ചിട്ടൊന്ന് ഉരുട്ടിയെടുത്താൽ മതി. ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം തന്നെ ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ ഞാൻ ഓയിൽ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. ഓയിലൊന്ന് നന്നായിട്ട് തന്നെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറേശ്ശായിട്ടൊന്ന് ഇട്ട് കൊടുത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. നമ്മൾ ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കരുത്. എണ്ണ മുങ്ങുന്ന വരെ നമ്മൾ ഈ ഒരു സ്നാക്സ് ഇട്ട് കൊടുക്കരുത്. അതുപോലെ തന്നെ ഇട്ട് കൊടുത്ത പാടിനെ നമ്മളിത് ഇളക്കി കൊടുക്കാനും പാടില്ല. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒന്ന് പൊന്തി വരും. ആ സമയത്ത് നമ്മൾ തവി വെച്ചിട്ട് മെല്ലേനെ ഒന്ന് ഇതുപോലെ ഇളക്കി കൊടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതൊന്ന് പൊടിഞ്ഞു പോകും. അപ്പോൾ നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ സ്നാക്സൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലൊരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഉൾഭാഗം വെന്ത് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.